എല്ലാവർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം ആ ഒരു വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കോർണേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൺ എ സർക്കിൾ. കണ്ടില്ലേ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ കോർണേഴ്സ് സർക്കിളിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ബി സി ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഫിഗറിൽ കാണാം ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബി സി ഒരു കോഡാണ് അല്ലേ, അതിനാണ് 8 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അറിയാലോ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം റേഡിയസ്? നമുക്കറിയാം ഒരു സെന്റർ പോയിന്റ് കാണും അല്ലേ. സപ്പോസ് ഇതാ വിചാരിച്ച സെന്റർ പോയിന്റ്. നമ്മളിതാ ഈ ഒരു കോഡ് ബി സി എന്ന് പറഞ്ഞ കോഡിൽ നിന്നും ഇതാ ഈ സെന്ററിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതാണ് ഇതിന്റെ ഡയമീറ്റർ ആണ് അല്ലേ. അപ്പൊ ഇതാ ഈ ബി സി കോഡിനെ വെച്ചിട്ട് നമുക്ക് വേറൊരു ആംഗിൾ ഇവിടെ എടുക്കാമല്ലോ. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ എടുക്കാമല്ലോ. ഇതൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആവും. ഞാൻ സപ്പോസ് ഇതിനൊരു ഡി എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പം ബി ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന സെഗ്മെന്റിൽ ഉൾപ്പെടുന്ന ട്രയാങ്കിൾ ആണ് ഇല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുമല്ലോ. ഇത് 30 ഡിഗ്രി ആവുകയാണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. സെയിം ആംഗിൾ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നോക്കിയാൽ ഈ ബി ഡി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ എന്താണ് ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. അതായത് ബി ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡയമീറ്റർ കിട്ടും. അപ്പൊ then ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസും കിട്ടും. ക്ലിയർ ആയാലോ? ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ കിട്ടും കേട്ടോ. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടുത്തെ ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ ആംഗിളിനെ സംബന്ധിച്ചോളം എന്താണ് ഈ സൈഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡാണ് ഇല്ലേ. അപ്പൊ നമുക്ക് ഏത് ഇതാണ് എടുക്കുന്നത്? റിലേഷൻ ആണ്. സൈൻ എടുക്കാമല്ലോ ഇല്ലേ. സൈൻ 30 ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? ബി സി ഡിവൈഡ് ബൈ ബി ഡി എന്ന് എടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ബി ഡി ആണല്ലോ വേണ്ടത്. അപ്പൊ ബി ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ബി സി ഡിവൈഡ് ബൈ സൈൻ 30 എന്ന് കൊടുക്കാം ഇല്ലേ. ബി സി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സൈൻ 30യുടെ വാല്യൂ ഇല്ലേ. സൈൻ 30യുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? 1/2 ആണല്ലേ. 1/2 ആണ്. മേലോട്ട് പോകുമ്പോൾ 8 × 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 16 ഇല്ലേ. 16 സെന്റിമീറ്റർ. 16 സെന്റിമീറ്റർ ഏതാണ്? ബി ഡി ആണല്ലേ. ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി ഡി 16 സെന്റിമീറ്റർ ആണ്. ബി ഡി എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഡയമീറ്റർ ആണല്ലേ. അപ്പൊ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് therefore റേഡിയസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? 16/2 ആണ്. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. നമുക്ക് റേഡിയസ് കിട്ടി എത്രയാണ്? 8 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി walking 10 meters towards the building. He sees it an angle of elevation 70 degree. Draw a rough sketch showing these results. Calculate the height of the building എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒരു റഫ് സ്കെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണും. അത് എത്ര എലിവേഷനിലാണ്? 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ ആ ടോപ്പ് കാണുവാണ്. പിന്നെ ആ കുട്ടി എന്താണ്? ബിൽഡിങ്ങിന് നേരെ ഒരു 10 മീറ്റർ നടക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മീറ്റർ നടന്നു കഴിയുമ്പോൾ ആ കുട്ടി കാണുന്നത് 70 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് വെച്ചിട്ട് ഒരു റഫ് സ്കെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ നമുക്ക് റഫ് സ്കെച്ച് വരച്ച് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ എന്താണ്? ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് ബിൽഡിങ്. ഇതാ കുട്ടി സപ്പോസ് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഇതാ ഇവിടുന്ന് ആ കുട്ടി എന്താണ് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് നോക്കുവാണല്ലോ. എത്രയാണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത്? 35 ഡിഗ്രി ഇല്ലേ. 35 ഡിഗ്രി ആംഗിളിൽ നോക്കുവാണ്. പിന്നെ എന്താണ് കുട്ടി ബിൽഡിങ്ങിന്റെ അങ്ങോട്ട് ബിൽഡിങ്ങിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. എ ബി എന്ന് പേര് കൊടുത്തു. എ ബി ബിൽഡിങ്ങിലേക്ക് ഒരു 10 മീറ്റർ വരുവാണ് അല്ലെ. 10 മീറ്റർ നടന്നു വരുവാണ്. എന്നിട്ട് ഇവിടെ എന്താണ്? ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ബിൽഡിങ്ങിനെ നോക്കുന്നു. അത് എത്ര ആംഗിളിലാണ് നോക്കുന്നത്? 70 ഡിഗ്രിയിലാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഈ ഒരു പോയിന്റിനെ സി എന്ന് കൊടുത്തു. കുട്ടി നിൽക്കുന്നത് ഈ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റിലുമാണ്. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അല്ലേ. നമ്മൾ റഫ് സ്കെച്ച് വരച്ചു. ആദ്യത്തെ റഫ് സ്കെച്ച് വരച്ചു. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന സൈഡും അല്ലെങ്കിൽ ആംഗിളൊക്കെ വെച്ചിട്ടുണ്ട്. ടാൻ വെച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാം. അതിനേക്കാൾ ഇച്ചിരി എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു മാർഗം കാണിച്ചു തരാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിഞ്ഞൂടാ, അതായത് സി ബി അറിഞ്ഞുകൂടാ. അപ്പൊ അതിനെ നമുക്ക് എക്സ് ആക്കി എടുത്തുകൊണ്ട് ടാൻ 35 എടുക്കുക. അതുപോലെ ടാൻ 70 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക്
ആൻസർ കിട്ടും. ഇച്ചിരി പ്രോസസ്സ് കൂടിയതാണ് കേട്ടോ. അപ്പം അതിനേക്കാൾ ഇച്ചിരി എളുപ്പത്തിൽ ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തത് ട്രയാങ്കിൾ എ സി ബി നോക്കുക. കണ്ടല്ലോ, എ സി ബി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ നോക്കി, ഇത് 70 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ആംഗിൾ എ എത്രയാണ് വരുന്നത്? ആലോചിച്ചേക്ക്, ഇത് 9 ആണ് വരുന്നത് അല്ലേ, ഇത് 70 വരും. ഇവിടുത്തെ ആംഗിൾ വരുന്നത് ടോട്ടൽ 180 വരുന്നത്. അപ്പം ആംഗിൾ ഇവിടെ എത്ര വരും? 20 വരും ഇല്ലേ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ഞാൻ അടുത്ത ട്രയാങ്കിൾ നോക്കണം. ട്രയാങ്കിൾ ഏതാണ്? എ ബി ഡി നോക്കുക. മനസ്സിലായല്ലോ, എ ബി ഡി, ഇതാ ഈ ട്രയാങ്കിള്. മനസ്സിലായല്ലോ. അവിടെ ഞാൻ നോക്കിയാൽ ആംഗിൾ ഡി 35 ആണ്, ആംഗിൾ ബി 90 ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഈ ആംഗിൾ ഇവിടുത്തെ കേസിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? അപ്പൊ നോക്കി, ഇവിടെ 35 ആണ്, ഇവിടെ 90 ആണല്ലോ. അപ്പം അത് ടോട്ടൽ വന്നു. അതിൻ്റെ കൂടത്ത് ഇവിടുത്തെ ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ആംഗിൾ വരുമല്ലേ, 180 വന്നാൽ മതിയല്ലേ. ഇവിടെ 35 ആണ്, ഇവിടെ 90 ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 55 വരണ്ടേ, 55 ഡിഗ്രി വരണം. മനസ്സിലാവുന്നുണ്ട്. ഇത് 35 ആണ്, ഇത് 90 ആണ്. അപ്പൊ 125 വന്നു. അപ്പം ടോട്ടൽ 180 വരണം. 180 നിന്ന് 125 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ കേട്ടോ, ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? 55 ഡിഗ്രി എന്ന് വരും. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ നമുക്ക് ഈ ഇവിടുത്തെ ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇവിടെ ടോട്ടൽ ഇവിടെ 20 ഉണ്ട്, ഇവിടെ ഓൾറെഡി 20 തന്നിട്ടുണ്ട്. അപ്പൊ 55 പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 35 അല്ലേ. 35 വന്നു കഴിയുമ്പോൾ എന്താണ്? അവിടെ 55 വരും. മനസ്സിലായല്ലോ. അപ്പൊ നോക്കി, ഈ ട്രയാങ്കിളിന്റെ കേസിൽ, അതായത് ട്രയാങ്കിൾ എ എന്താണ് സി ഡി ഇല്ലേ, എ സി ഡിയുടെ കേസിൽ നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 35 വന്നു. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ 35 ആണ്, ഈ ആംഗിൾ 35 ആണ്. ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ഈ സൈഡും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലേ. അതായത് ഈ എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എ സി എന്ന് പറഞ്ഞാൽ ലെങ്ത് എത്ര തന്നെയായിരിക്കും? 10 മീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ട്. ട്രയാങ്കിൾ എന്താണ് പറയാ? ഡി എ സി എന്ന് പറഞ്ഞിരിക്കുന്ന 35 വന്നു, അല്ലെങ്കിൽ എ സി ഡി എന്ന് വെച്ചാൽ 35 വന്നു. സോ എന്താ പറയാ? എ സി ഐസോസെൽ ട്രയാങ്കിൾ ആണ്. അപ്പം എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 10 മീറ്റർ എന്ന് നമുക്ക് എടുക്കാം. അപ്പം ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര കിട്ടി? 10 മീറ്റർ എന്ന് വന്നു. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. ഇനിതാ നോക്കിയേ, ഈ ട്രയാങ്കിൾ എ ബി സിയിൽ നമുക്ക് ടാൻ അപ്ലൈ ചെയ്യാം അല്ലെ. ടാൻ 70 കേട്ടോ. ടാൻ 70 ഈസ് ഈക്വൽ ടു അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ഇല്ലേ, എ ബി ആണ്. ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ എ സി ആണ് അല്ലേ. അപ്പൊ അതിൽ നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സി ടാൻ 70 എന്ന് എഴുതാം. എ സി എന്ന് വെച്ചാൽ 10 ആണ്. ടാൻ 70യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ, അവിടെ 0.9397 വരും കേട്ടോ. അപ്പം ആൻസർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ എത്ര വരും വാല്യൂ എന്ന് പറഞ്ഞാൽ 9.39 വരും അല്ലെ. 9.39 മീറ്റർ എന്ന് വരും ഹൈറ്റ്. നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ആംഗിളിന്റെ ഇത് വെച്ച് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എക്സ് വാല്യൂ കൊടുത്തിട്ട് ഓരോന്നിന് ടാൻ 35 എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതല്ല തന്നെ കേട്ടോ. ടാൻ 70 എടുക്കുക. പിന്നെ നമ്മുടെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻസ് വരും, ഡിവൈഡ് ചെയ്യാനൊക്കെ വരും. അതിനേക്കാളും ഈസി ആയിട്ട് നമുക്കിങ്ങനെ ആംഗിളിന്റെ മെഷർമെന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 2, 1 and 8, 9 ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്. ഒരു സർക്കിൾ ആണ് കേട്ടോ. നമ്മളിങ്ങനെ സർക്കിൾ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. സർക്കിളാണ്. സർക്കിളിന്റെ സെന്റർ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് 2, 1 കേട്ടോ. 2, 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. then ആ സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് 8, 9. ഞാൻ ചുമ്മാ റഫായിട്ട് വരച്ചതാണ് കേട്ടോ. 8, 9 എന്നും പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്യാമല്ലോ. ജോയിൻ ചെയ്തുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടുമല്ലോ അല്ലേ. അപ്പൊ എങ്ങനെയാണ് റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആർ ഈസ് ഈക്വൽ ടു അല്ലേ, നമുക്കറിയാം. കുറച്ച് വെച്ചാൽ മതി. ആർ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 8 മൈനസ് അല്ലേ, 8 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 64 എന്ന് വരും. എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100 വരും, 10 വരും ഇല്ലേ. 10 ആണ് അവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയല്ലോ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. റേഡിയസ് എത്ര വന്നു? റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 10 എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇനി എന്താണ് ചോദിക്കുന്നത്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? പഠിച്ചിട്ടുള്ളതാണല്ലേ. 2 പോയിന്റുകൾ, ഒരു പോയിന്റ് സെന്ററും മറ്റേ പോയിന്റ് ഇപ്പുറത്തെ ആ സർക്കിളിൽ ഒരു പോയിന്റും ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സെൻറ്ററിലെ പോയിന്റ് 2 ആണ് അല്ലേ, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 അല്ലേ, വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഏതാണ് വരുന്നത്? ഡിസ്റ്റൻസ് ഏതാണ്? 10 ആണ്. അപ്പം 10 സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. One of the perpendicular sides of a right angle triangle is 6 centimeter longer than the other and the area of a triangle is 56 square centimeters. Write this information as a second degree equation. Calculate the length of the shortest side എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ, അതായത് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ എന്താണ് ലോങ്സ്റ്റ് സൈഡ് അല്ലെങ്കിൽ വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 6 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ്. അതായത് മറ്റേ സൈഡിനേക്കാളും 6 സെന്റിമീറ്റർ ലോങ്ങർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷോർട്ടർ സൈഡിന് നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ അതിനേക്കാളും 6 സെന്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 56 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ. അപ്പം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹാഫ് അല്ലേ, ഹാഫ് ബി എച്ച് ആണ്. അപ്പം 1/2 ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? എക്സ് ആണ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇല്ലേ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 56 ഇല്ലേ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 56. ദെൻ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു 56 എന്ന് വന്നു. ഓർ എക്സ് സ്ക്വയർ പ്ലസ് 6x ഈസ് ഈക്വൽ ടു 56 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 112 എന്ന് വരും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 6x ഈസ് ഈക്വൽ ടു 112. ഇതാണ് ഇക്വേഷൻ. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്. ഷോർട്ടസ്റ്റ് സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് ഈസ് ഈക്വൽ ടു 112 എന്ന് കിട്ടി. അപ്പൊ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ പ്ലസ് 6x 6ന്റെ ഇവിടുത്തെ ഉണ്ടല്ലോ അതിന്റെ ബൈ 2 അതിന്റെ സ്ക്വയർ എടുക്കും. അപ്പം 3 വരും. 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും. ആഡ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ 9 ആഡ് ചെയ്യുക. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 121 എന്ന് വരും. മനസ്സിലായല്ലോ? പിന്നെ എങ്ങനെയാണ്? എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 121 ആണ്. അതായത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു എത്ര വരും? 11 എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 3 എത്രയാണ് വരുന്നത്? 8. അപ്പം എക്സിന്റെ വാല്യൂ എത്ര വന്നു? 8 എന്ന് വന്നു അല്ലേ, 8 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ബി സി പി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ ഇൻ ദ പിക്ചർ. ഉണ്ടല്ലേ, പിക്ചർ നോക്കുക. നോക്കുക എ സി ബി പി അത് സർക്കിളിലെ പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ സി ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ബി സി ഇതിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി ടി ഈസ് എ ടാൻജന്റ് അറ്റ് ബി. ബി ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയിലുള്ള ഒരു ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ബിലോ. ആംഗിൾ എ സി ബി അതായത് ഈ ആംഗിൾ ഇവിടെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഏതാണ്? സി ബി ടി ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ നോക്കിയാൽ ഈ എയും ബിയും തമ്മിൽ ഇതാ ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ സിയും ബി സിയും ഈക്വൽ ആണ്. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് 70 ആവുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ് വരുന്നത്? എത്ര വരും? 110 വരികയല്ലേ, അനുപൂരമാണ്. അപ്പൊ 110 വരും, 110 ഡിഗ്രി വരും അല്ലേ. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എത്ര വരും? 110 ആണ്. ടോട്ടൽ 180 വരണം അല്ലേ. ടോട്ടൽ 180 വരണം എന്നുണ്ടെങ്കിൽ എത്രയാണ്? 70 വരണം. 70 വരണം. ടോട്ടൽ ഇതും കൂടെ ആഡ് ചെയ്ത് 70 വരണം. അപ്പൊ ഇത് എത്രയായിരിക്കും വരുന്നത്? 35 ആയിരിക്കും. ഈ ആംഗിളും 35 ആയിരിക്കും വരുന്നത്. അപ്പൊ ആദ്യമേ ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ സി ബി എത്രയാണെന്നല്ലേ ചോദിച്ചിരുന്നത്. എ സി ബി ഇവിടെ കിട്ടിയല്ലോ. ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 180 മൈനസ് 70 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി എന്ന് വരും അല്ലേ. പിന്നെ എന്താണ്? ആംഗിൾ സി ബി ടി ആണ് കണ്ടുപിടിക്കാൻ ചെയ്തത്. സി കണ്ടോ, സി ഈ ആംഗിൾ കേട്ടോ, സി ബി ടി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇതിവിടെ 35 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയായിരിക്കും വരുന്നത്? 35 തന്നെയല്ലേ. അപ്പം ആംഗിൾ സി ബി ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 35 ഡിഗ്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
Two buildings stand 50 meters apart on a flat terrain. A person standing on top of the less tall building sees the foot of the taller building at an angle of depression 30 degree and the top at an elevation of 40 degree. Draw a rough sketch showing these details. ഈ ഡീറ്റെയിൽസ് വെച്ച് റഫ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ബിൽഡിംഗ് ആണ് കേട്ടോ, അത് ടെറൈനിൽ ഇരിക്കുകയാണ്. അത് 50 മീറ്റർ അപ്പാർട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ രണ്ട് ബിൽഡിംഗ് കേട്ടോ, അതാ ഇതൊരു ബിൽഡിങ്, രണ്ടിന് ഹൈറ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ട് ബിൽഡിംഗ് ആണ്, അതാ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ടോപ്പ് ഓഫ് ദി ലെസ് ബിൽഡിംഗ്, ഇതാ ഇവിടെ ഇതാണ് ലെസ് ബിൽഡിംഗ്, ഇതിന്റെ ടോപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ്? സീസ് ദ ഫുട്ട് ഓഫ് ദി ടോളർ ബിൽഡിംഗ്, ടോളർ ബിൽഡിങ്ങിന്റെ ഫുട്ട് ഇവിടെ ഇത് കാണുവാണ്. എത്ര ആംഗിളിലാണ് കാണുന്നത് പറഞ്ഞിട്ടുണ്ട്? ഡിപ്രഷൻ 30 ഡിഗ്രി ഡിപ്രഷൻ ആണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ 30 ഡിഗ്രി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ അല്ലേ, ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 30 ഡിഗ്രിയിൽ വന്നു. മനസ്സിലായല്ലോ? ഇനി എന്താണ്? അതിന്റെ ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ. അപ്പൊ ഇയാൾ ഇവിടെ നിന്ന് തന്നെ ഈ വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എലിവേഷനിൽ കാണുന്നുണ്ട്. എത്ര ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്? 40 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് റഫ് സ്കെച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം കേട്ടോ. റഫ് സ്കെച്ച് ഇതാണ് വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടോൾ ബിൽഡിംഗ്. ഈ വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. നമുക്കൊരു പേര് കൊടുക്കാം, എ കേട്ടോ. ഇവിടെ ഈ പോയിന്റ് ബി ആണ്. സി കൊടുത്തു, ഡി കൊടുത്തു, ദാ ഇ എന്നും പേര് കൊടുത്തു. അപ്പം AC ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ രണ്ട് ആംഗിളും തന്നിട്ടുണ്ട്, രണ്ട് ആംഗിളും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതാ നോക്കിയേ, ഇത് CD എന്ന് വെച്ചാൽ 15 മീറ്റർ ആണ്. അപ്പം CD ഈസ് ഈക്വൽ ടു ഏതാണ്? EB അല്ലേ? അതും 15 മീറ്റർ ആണ്. അതായത് ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിളിനെ ടാൻ എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ നോക്കോട്ടെ. ട്രയാങ്കിൾ ഏതാണ്? ABE. ട്രയാങ്കിൾ ABEയിൽ നമ്മൾ ടാൻ ഏതാണ് വരുന്നത്? ടാൻ 40 അല്ലെ? ടാൻ 40 ആണ് വരുന്നത്. ടാൻ 40 ഈസ് ഈക്വൽ ടു ഇത് അല്ലെ? AB അല്ലെ? AB ഡിവൈഡഡ് ബൈ ഏതാണ് വരുന്നത്? EB അല്ലെ? അഡ്ജസന്റ് സൈഡ് EB ആണ് വരുന്നത്. അതിൽ AB നമുക്ക് കണ്ടുപിടിക്കാം. AB ഈസ് ഈക്വൽ ടു EB ഇൻറ്റു ടാൻ 40 എന്ന് വരും. EB എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 15 ആണ് വന്നിരിക്കുന്നത് അല്ലെ? 15 ആണ്. 15 ഇൻറ്റു ടാൻ 40. ടാൻ 40യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.8391 വരും കേട്ടോ, ടാൻ 40യുടെ വാല്യൂ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടും 12.5885 എന്നാണ് വരുന്നത്. അതായത് AB എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രോ കേട്ടോ. ഇത്രോ നമുക്ക് എത്ര കിട്ടി? 12.5885 എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഈ BC കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ ആംഗിൾ വെക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്താണ്? ട്രയാങ്കിൾ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? അതായത് EBC നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അവിടെ ടാൻ 30 എടുക്കുക. ടാൻ 30 ഈസ് ഈക്വൽ ടു അവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, BC ആണ് അല്ലെ? അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് EB ആണ്. വേറെ BC അല്ലേ കണ്ടുപിടിക്കുക. അപ്പൊ BC ഈസ് ഈക്വൽ ടു ഏതാണ്? EB ടാൻ 30 എന്ന് വരും. അപ്പം EB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. 15 ഇൻറ്റു ടാൻ 30. ടാൻ 30യുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.5774 ആണ് വരുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8.661 മീറ്റർ എന്ന് വരും. 8.661 മീറ്റർ കേട്ടോ. അതായത് BC കിട്ടി ഇല്ലേ? ഇതാ ഈ വാല്യൂ BC എത്ര കിട്ടി? 8.661 എന്ന് കിട്ടി. പിന്നെ ഇത് വെച്ചാൽ മതി. ടോട്ടൽ ഹൈറ്റ് അത് വലിയ ബിൽഡിങ്ങിന്റെ അല്ലേ, ടോൾ ബിൽഡിങ്ങിലെ കാണുന്നത്. അപ്പം ടോട്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ടോൾ ബിൽഡിംഗ് കേട്ടോ. ഹൈറ്റ് ഓഫ് ദി ടോട്ടൽ എന്ന് വേണ്ട, ഹൈറ്റ് ഓഫ് ദി ടോൾ ബിൽഡിങ് അല്ലെ? ടോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഇത് രണ്ടും ആഡ് ചെയ്യുക. അതായത് 12.5885 അതുപോലെ തന്നെ 8.661 കൂടെ ആഡ് ചെയ്യുക. മനസ്സിലായത്? അപ്പം വരുന്ന ആൻസർ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 21.2475 എന്നും വരും കേട്ടോ. 21.2475 മീറ്റർ. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പൊ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കട്ടെ, എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് ഈ പടം വരയ്ക്കാനുള്ള ഒരു എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം റഫ് സ്കെച്ച് വരയ്ക്കുന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. തന്നെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തന്നെ വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.